ഓരോരുത്തരുടെ ജീവിതത്തിലും ആധ്യാത്മികതയുടെ പ്രാധാന്യം പലപ്പോഴും ഈ ഒരു പദം ആധ്യാത്മികത എന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്തിനാണ് ആധ്യാത്മികത? നമുക്ക് ആവശ്യമുണ്ടോ? ഇത് ചോദിക്കുന്നത് നമ്മളൊരു വാഹനം എടുത്തിട്ട് നമുക്ക് പോകേണ്ടിടത്തേക്ക് പോവാതെ റൂട്ട് തെറ്റി നടക്കുന്ന പോലുള്ളതുപോലാണ്. അതിൽ പെട്രോളുണ്ട്, ഓടിക്കാൻ അറിയാം, വണ്ടി നന്നായിട്ട് കണ്ടീഷനുമാണ്. പക്ഷേ നമ്മൾ ദിശ മാറിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നെല്ലാവർക്കും ദിശ മാറി പോകാനാണ് ഇഷ്ടം. എന്നാലും നമുക്ക് എത്തേണ്ടടുത്ത് എത്താത്ത രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതൊരെവിടെ എത്താൻ പോകുന്നില്ല. ഇതിനെയാണ് ജന്മചക്രങ്ങളെന്നൊക്കെ പറയുന്നത്. അതും നന്നായി അല്ലേ? ശരി. പക്ഷേ നമ്മുടെ ഊർജം എല്ലാവരും ആനന്ദത്തെ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളും യഥാർത്ഥ ആനന്ദം പലരും അനുഭവിക്കുന്നത് ഉറക്കത്തിലാണ്. അല്പമെങ്കിലും ഒരു ധ്യാനം ലഭിക്കുമ്പോഴാണ് അവരവരെ ഒന്ന് മറക്കുന്നത്. നിങ്ങളൊന്നൊരു കാര്യം പരിശ്രമിച്ച് നോക്കുക. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒരു ചിന്തകളില്ലാതെ ഇരിക്കാൻ കഴിയുമെന്ന് നോക്കുക. അതിൽ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പമെങ്കിലും ജീവൻ്റെ സുഖത്തെ അറിയുന്നുണ്ട്. ചിത്തമെന്ന് പറയുന്ന ഈ കാര്യം അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്ന സുഖം വളരെ വലുതാണ്. ഇന്നിത് കണ്ടെത്താൻ വളരെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബാംഗ്ലൂരൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ തലച്ചോറിനെ ഇത് ചെയ്യുമ്പോഴും അതേപോലൊരു സമാധിയിലിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലിരിക്കുന്ന ഒരാളുടെ തലച്ചോറും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കണ്ടെത്താൻ പറ്റും. വെറുതെ ആരും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊളിഞ്ഞു പോകും. നമുക്കത് കണ്ടെത്താൻ പോലും ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. ആരും വെറുതെ പറയുന്നതല്ല ഞാൻ എൻ്റെ ചിന്തകളെ ഒതുക്കി ഞാൻ സമാധിയിലിരിക്കുക എന്നുള്ളത്. ഇത് കണ്ടെത്താനും മാർഗങ്ങൾ ഇന്നത്തെ കാലത്ത് ഒത്തിരിയുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഉറക്കത്തിലെ പോലെ നമ്മളെ ഒന്ന് മറന്നു കിട്ടിയാൽ, എല്ലാവരും മറക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സിനിമ കാണുന്നതും മദ്യപിക്കുന്നതും ലൈംഗികതയ്ക്ക് ഏർപ്പെടുന്നതും എല്ലാം ചെയ്യുന്നത്, ട്രാവൽ ചെയ്യാനും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് ചിന്തകളെ പാസ്റ്റിലും ഫ്യൂച്ചറിലുള്ളതെന്ന് മാറ്റി ഒന്ന് പ്രസൻറ്റിൽ അല്പത്തിനെങ്കിലും അറിയണമെന്ന് വെച്ചാണ്. എന്നാൽ ആ എല്ലാ നിമിഷവും നമുക്ക് അങ്ങനെ പരമായിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിനാണ് സാധന ചെയ്യുന്നത്. ഇത് സ്വർഗത്തിൽ പോകാനോ നരകം നിങ്ങളെ ശിക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു പ്രാണനാണ്, ഒരു ഹയർ എനർജി കൊണ്ട് മാനിഫെസ്റ്റ് ആയിരിക്കുന്ന ഒന്ന്. ഇതിൻ്റെ സാധ്യത വളരെ വലുതാണ്. നാദത്തിൻ്റെ ഏറ്റവും ഉയർന്നൊരു മാനിഫെസ്റ്റേഷനാണ് നമ്മൾ. ആ പരമാത്മാവിൻ്റെ ആനന്ദത്തെയും സുഖത്തെയും അറിയുവാൻ കഴിയുന്ന ഒരു ജീവനായതുകൊണ്ട് ഇതിൻ്റെ സാധ്യത അറിയാനാണ് എല്ലാ ആധ്യാത്മികതയും. അവനവനെ കണ്ടെത്തുവാൻ സെൽഫ് റിയലൈസേഷനുള്ള ഉത്തരമാണ് എന്തിനാണ് ആധ്യാത്മികത ഇറങ്ങേണ്ടതെന്നുള്ളത് ചോദിച്ചാൽ. എവിടെ ഇരിക്കുന്നത് കാണാനോ എവിടെ പോകാൻ തയ്യാറെടുക്കാനോ ഒന്നുമല്ല. ഇതിനെ അറിയണം. 5 ഇന്ദ്രിയങ്ങളും പിന്നോട്ട് വലിക്കുമ്പം ഇതിനൊരു ബോധമുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്കുള്ള മാർഗമാണ് ആധ്യാത്മികത. നമസ്കാരം.